2 ദിവസങ്ങൾക്ക് മുമ്പ് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് കാർണി ഒരു വാർത്താ സമ്മേളനം നടത്തുകയും അതിൽ നിന്ന് അദ്ദേഹം കാനഡ ഒരു എക്കണോമിക്കലി സ്ട്രോങ് ആക്കാനുള്ള ഒരു ഡിസിഷൻ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. There will be difficult days ahead because of President Trump's trade war. But we will weather this storm. We will get through those tough days. And we will get there not only by believing in ourselves, but by investing in each other, in our skills, in our talent, in our people. And together, we, Canadians, will build Canada strong. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് കാനഡയിൽ ഇനിയും തൊട്ട് സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാമിലുള്ളവർക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് അത് ഇമിഗ്രേഷനും അതേപോലെ തന്നെ ഇവിടെ ജോലി സാധ്യതകളും എല്ലാം മുൻകണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. ആ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിൽ തന്നെ സമ്പന്നമായിട്ടുള്ള 7 രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണല്ലോ G7 കൺട്രീസ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള കാനഡ ഇപ്പോൾ ഉള്ള ഒരു എക്കണോമിക്കൽ ക്രൈസിസിനെയൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും പഴയതുപോലുള്ള ഒരു സ്ട്രോങ് ഒരു രാജ്യമാവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ രീതിയിലുള്ള എക്കണോമിക്കലി ബൂസ്റ്റ് ചെയ്യുന്ന കുറേ നയങ്ങളുമായിട്ടാണ് മാർക്ക് കാർണി മുന്നോട്ട് വന്നിരിക്കുന്നത്. Investing in the skilled trades is, as Anita mentioned, at the very heart of our economic strategy. The skilled trades build our homes, offices, factories, roads, bridges, and rails. You are, your colleagues across this country, are the driving force of Canadian prosperity. And our goal is to build the strongest economy in the G7. The next decades are going to be very busy for those in the skilled trades in Canada. We are not just going to create hundreds of thousands of jobs in the skilled trades. We are creating hundreds of thousands of careers. സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് കാനഡയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. സ്കിൽ ട്രേഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് മെയിനായിട്ട് 4 കാറ്റഗറി ജോബ്സ് ആണുള്ളത്. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, മോട്ടി പവർ ട്രേഡ്, സർവീസ് ട്രേഡ്. കൺസ്ട്രക്ഷൻ ട്രേഡിനകത്ത് വരുന്ന ജോലികളെന്ന് പറയുന്നത് പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻ, കാർപ്പൻറ്റേഴ്സ്, വെൽഡേഴ്സ്, HVAC മെക്കാനിക്, അതേപോലെ തന്നെ ഹെവി എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇൻഡസ്ട്രിയൽ ട്രേഡിനകത്ത് വരുന്നത് മിൽറൈറ്റ്, മെഷീൻ മെക്കാനിക്, ഡൈ ആൻഡ് ടൂൾ മേക്കർ. അടുത്ത കാറ്റഗറി ആയിട്ടുള്ള മോട്ടീവ് പവർ ട്രേഡിനകത്ത് വരുന്നത് ഓട്ടോമോട്ടീവ് സർവീസ് ടെക്നീഷ്യൻ, ട്രക്ക് ആൻഡ് കോച്ച് ടെക്നീഷ്യൻ, മോട്ടോർ സൈക്കിൾ ടെക്നീഷ്യൻ, മറൈൻ എൻജിൻ ടെക്നീഷ്യൻ. അവസാനത്തെ കാറ്റഗറി ആയിട്ടുള്ള സർവീസ് ട്രേഡിനകത്ത് വരുന്നത് ഷെഫ് ആൻഡ് കുക്ക്, ഹെയർ സ്റ്റൈലിസ്റ്റ്, ബുച്ചേഴ്സ് ആൻഡ് ബേക്കേഴ്സ് എന്നിവയാണ്. ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ജോബുകളെല്ലാം അറ്റ് പ്രസന്റ് കാനഡയിൽ ഹൈ ഡിമാൻഡ് ജോബ് കാറ്റഗറി വരുന്നതാണ്. മാത്രമല്ല ഒരു സെൽഫ് എംപ്ലോയിഡ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുമാണ് ഈ ജോലികളെല്ലാം തരുന്നത്. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിൽ ഏറ്റവും കൂടുതൽ PR കിട്ടാനുള്ള സാധ്യത ഉള്ളത്. മാർക്ക് കാർണി പറയുന്നതനുസരിച്ചിട്ട് ഈ കാറ്റഗറിയിലൊക്കെ അറ്റ് പ്രസൻറ്റ് ഇപ്പം തന്നെ 10,000-കണക്കിന് ജോലികൾ ഒഴിവുണ്ട്. ഇത് കൂടാതെ തന്നെ ഇനി 10,000-കണക്കിന് ജോബ് ഇതിനകത്തൊക്കെ ഉള്ളവർ ആഡ് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ കാനഡയിൽ PR ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ സിറ്റിസൺ ഉള്ള ഒരാൾക്കോ ഈ ഏതെങ്കിലും പറഞ്ഞ കാറ്റഗറിയിലുള്ള ഇത് പഠിക്കാനായിട്ട് അതിൻ്റെ ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെൻറ് സ്പോൺസർ ചെയ്യും എന്നാണ് പറയുന്നത്. We will invest in the entire pipeline of talent, from the workers themselves through to the labor unions, through to the post-secondary institutions, through to the employers and the provinces, all to ensure that our newly trained workers can go wherever they are most needed, that they're mobile, they're agile. To directly support apprentices, to directly support them, we will create an apprenticeship grant of up to $8,000 for registered apprentices. This removes a key financial barrier for those who want to enter the trades. And we will support our unions directly. We will work with the provinces. We committed 2 weeks ago, all the first ministers. We committed to increase labor mobility for skilled tradespeople between all our provinces and territories. There's vital work to break down internal trade barriers. In fact, our government has committed to remove all federal restrictions on mobility by Canada Day. Free trade in Canada, free mobility by Canada.
എന്നാൽ ഇത് പഠിക്കാൻ മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ മാക്സിമം എടുക്കത്തുള്ളൂ. ആ പഠനശേഷം കിട്ടുന്ന ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ജോലികളെല്ലാം അറ്റ് പ്രസൻറ്റ് ഇപ്പം കാനഡയിൽ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഹൈ പേയിങ് ജോബ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള ഒരു സ്കിൽഡ് ട്രേഡ് ജോബുകളുടെ ഒരു വാർഷിക വരുമാനം നോക്കുകയാണെങ്കിൽ ഏകദേശം കനേഡിയൻ ഡോളറിൽ പറയുകയാണെങ്കിൽ 80,000 തൊട്ട് 1,20,000 കനേഡിയൻ ഡോളറാണ്. അതല്ല നമ്മൾ ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 50 ലക്ഷം തൊട്ട് 75 ലക്ഷം രൂപ വരെയാണ്. ഇതിന് കാരണമായിട്ട് മാർക്ക് കാർണി പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഒരു 7 വർഷം കൊണ്ട് ഏകദേശം 2,50,000 ഈ സ്കിൽ ട്രേഡ് വർക്കേഴ്സാണ് റിട്ടയർ ചെയ്യാൻ പോകുന്നത്. Right now, we simply don't have enough workers. Almost 250,000 construction workers are expected to retire over the course of the next 7 years, creating a shortfall on current plans. Before our ambitious plans, a shortfall of over 60,000 workers. Again, that's before we transform our economy. The jobs will be there, the careers will be there. We need to make sure that the workers, the skilled workers, are there too. And that's why today I'm announcing that a new Liberal government will cover the cost of apprenticeship training for Canada's skilled workers. നമുക്കെല്ലാം അറിയാം US പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് US എക്കണോമിയെ അഴിച്ചുപണിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രേഡിംഗ് സിസ്റ്റത്തിലുള്ള ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തത് കാരണം ലോകം മുഴുവൻ ഒരു ട്രേഡ് വാർ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. ആ സെയിം സമയത്ത് തന്നെ കാനഡയുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കാനഡയിൽ ഒരു സ്കിൽ ട്രേഡ് പ്രോഗ്രാമിൽ അവർ കൂടുതൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുകയും അതുവഴി കാനഡയെ ഒരു സ്ട്രോങ് നേഷൻ ആക്കുക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല അവസരമായിട്ട് കണ്ട് നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പുതിയ അപ്ഡേറ്റ്സുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.